ഡൽഹിയിൽ സംഘർഷം നടക്കുകയാണ്. CJP സമരം അക്രമാസക്തമാകുകയായിരുന്നു. രാവിലെ ജന്തർ മന്ദറിലും അതിനുശേഷം റൈസീന റോഡിലും ഉൾപ്പെടെ സംഘർഷം രൂപപ്പെട്ടതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. പ്രജിത് മോഹനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വരുന്നത് നാളെ അമൃത്സറിൽ നിന്നും പഞ്ചാബ് സംഘർഷ് കമ്മിറ്റിയുടെ, അതായത് മസ്ദൂർ സംഘർഷ് കമ്മിറ്റി എന്ന പേരിൽ ഒരു കർഷക മാർച്ച് നാളെ രാജ്യതലസ്ഥാനത്തേക്ക് നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നതാണല്ലോ. അപ്പോൾ ഇത് വളരെയധികം ദുരൂഹത ഉളവാക്കുന്ന ഒന്നാണ്. കാരണം ഇന്ന് വർഷകാല സമ്മേളനം ആരംഭിക്കുന്നു. വളരെ തന്ത്രപ്രധാനമായ നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിന് ആവശ്യമായിട്ടുള്ള പല ബില്ലുകൾ പാസ്സാക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യ ദിവസം തന്നെ ഡൽഹിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് കൂടാതെയാണ് ഈ പഞ്ചാബിൽ നിന്നും നാളെ ഒരു കർഷക സമരം എന്ന പേരിൽ വേറൊരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരു കൂട്ടർ എത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ടല്ലോ. ഗൗതം, വളരെ കൃത്യമാണ്. ഒരു ആസൂത്രണം ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണ് തുടർ ദിവസങ്ങളിൽ ഡൽഹിയിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നതിനുള്ള തെളിവുകൾ. അതിലേക്ക് ഖാലിസ്ഥാൻ പിന്തുണയുള്ള ആ രീതിയിലുള്ള ആളുകൾ കൂടി എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടതാണ് കർഷക സമരം എന്നൊക്കെ പേരിൽ നടക്കുകയും അവിടെ ചെങ്കോട്ടയിൽ കയറി ഖാലിസ്ഥാന്റെ പതാക ഉയർത്താനുള്ള ശ്രമവുമൊക്കെ നടത്തിയത് കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രവിരുദ്ധരായ ശക്തികളുടെ പങ്ക് ഈ പറയുന്ന CJP എന്ന പേരിൽ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ സഖ്യ കലാപത്തിൽ ഉണ്ട് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ വരികയാണ്. ഒരു വശത്ത് നിന്ന് കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും പ്രവർത്തകരെ ഇറക്കി ഡൽഹി കലാപക്കളമാക്കി മാറ്റുമ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ തുടർച്ച ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി എന്ന് പറയുന്ന സമിതിയുടെ മാർച്ച് നടക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം, അവർ നടത്താൻ പോകുന്നത് ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീലുകളുടെ പേരിലാണ് ഈ സമരം എന്ന് പറഞ്ഞിട്ടാണ് ഇത്ര വലിയൊരു സംഘർഷം നടക്കുന്നതിൻ്റെ അതേ ദിവസം അവിടെ നിന്ന് ഈ രീതിയിൽ വലിയ രീതിയിൽ ആളുകളെ സംഘടിപ്പിക്കുകയും ഇന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോ ഡൽഹിയിൽ എത്തുക എന്നുള്ളൊരു ശ്രമത്തോടെ അവർ ഈ പറയുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താനോ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു സമരവുമായി വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ പറയുന്നത് ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, UP, ഉത്തരാഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിൻ്റെയും അവരെ പിന്തുണയ്ക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികളുടെയും വലിയൊരു മൊബിലൈസേഷൻ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഒരു രാജ്യ തലസ്ഥാനം മുഴുവൻ കലാപക്കളമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിന് പിന്തുണയുമായി രാഷ്ട്രവിരുദ്ധ ശക്തികളും വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ഈ പാർലമെന്റ് ചേരുന്ന ദിവസം തന്നെ ഡൽഹിയെ കലാപ മേഖലയാക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള സംഘർഷം ആവർത്തിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ കക്ഷികളുടെയും രാഷ്ട്രവിരുദ്ധരുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനി കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് സമാനമായ രീതിയിലുള്ള സമരപ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ പലപ്പോഴും കാണിക്കുന്നുണ്ട്. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിൻ്റെ കൊടികളുമായി ഈ സമരത്തിൽ നിൽക്കുന്നു. ഒരു വശത്ത് നേരത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് CJPയുടെ സമരത്തെ തള്ളിപ്പറഞ്ഞതുപോലും ഒരു ഒത്തുകളിയാകാനുള്ള എല്ലാ സാധ്യതയും ഈ ഘട്ടത്തിൽ തെളിയുകയാണ്. കാരണം ഒരു വശത്ത് തള്ളിപ്പറയുകയും മറുവശത്ത് പാർട്ടി കൊടികളുമായി പ്രവർത്തകരെ, ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് കൊടികളുമായി പ്രവർത്തകരെ ഈ സമരത്തിലേക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പിന്തുണയുമായി ഈ കലാപത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് നടന്ന പ്രധാനപ്പെട്ട യോഗങ്ങളിൽ പോലും പങ്കെടുക്കാതിരുന്ന ആം ആദ്മി MPമാർ ഈ സമരവേദിയിൽ എത്തുകയും ആ സമരത്തിൽ പങ്കെടുക്കുകയും പലയിടത്തും കലാപം അഴിച്ചുവിടാൻ, അക്രമം അഴിച്ചുവിടാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ അവിടെ കൃത്യമായ ഗൂഢാലോചന തെളിയുകയാണ്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇന്ത്യ സഖ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളും വിവിധ രാഷ്ട്രവിരുദ്ധരും ചേർന്ന് നടത്തുന്ന ആസൂത്രിത കലാപമാണെന്ന് തന്നെ പറയാൻ കഴിയും. ഗൗതം, ഓക്കെ പ്രജിത്ത്, വ്യക്തമാണ്. എന്തായാലും നാളെ രാജ്യതലസ്ഥാനത്തേക്ക് കർഷക മാർച്ച് എന്ന പേരിൽ മറ്റൊരു മാർച്ച് കൂടി സംഘടിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ അക്രമം നടത്തുന്ന പാർട്ടികളുടെ കൈകളിൽ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും മറ്റും പതാകകളുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ആരാണ് ജന്തർ മന്ദറിൽ ഈ സമരം ഇതുവരെ നടത്തി വന്നത് എന്നതിനെ ഒരു വ്യക്തത ഒരിക്കൽ കൂടി രൂപപ്പെടുത്തുമെന്നതാണ്. ആദർശം നന്ദഗോപനും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദർശ്, ഈ BJPയുടെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഇതിനകം നൽകുന്നുണ്ടോ? കാരണം ഒരു ഭാഗത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വലിയ പിന്തുണ ഈ അക്രമകാരികൾക്കുണ്ട് എന്ന കാര്യത്തിൽ ഇനിയും തർക്കമില്ലല്ലോ. അതിന്റെ ധാരാളം തെളിവുകൾ ഇതിനകം തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ BJP എങ്ങനെയാണ് ഈ വിഷയത്തെ പ്രതികരിക്കുന്നത്? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുവാനാണ് BJPയുടെ ദേശീയ നേതൃത്വം ആലോചിക്കുന്നത്?
ഗൗതം, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ BJP സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, ഇത്തരത്തിലുള്ള പ്രചാരണം ഇതൊക്കെ ആകാം, എന്നാൽ അത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയായി മാറുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാമെന്നാണ് BJP നേതൃത്വം നേരത്തെ തന്നെ ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തെയും പിന്നീട് അവരുടെ ജന്തർ മന്ദറിലെ സമരത്തോടുമൊക്കെ BJP നേതൃത്വം പ്രതികരിച്ചത്. ഇപ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു നിലപാടിൽ തന്നെയാണ്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ അതിനെ രാജ്യത്തെ ജനങ്ങൾ തന്നെ നേരിടും എന്നുള്ളതാണ് BJPയുടെ നിലപാട്. മറ്റൊരു കാര്യം ചില BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു പേരും ഒരു ബാനർ ഉപയോഗിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന വിധത്തിലേക്ക് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും അവർ നയിക്കുന്ന ഇന്ത്യ സഖ്യവും മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഗൗതം, ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഈ പാർലമെന്റ് മാർച്ചിനായി എത്തിയ 7 കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സമീപം റാഫി മാർഗിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കാരണം ഇവർ ഇപ്പോൾ ഇവരുടെ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിയിരിക്കുകയാണ്. കാരണം നേരത്തെ അവർ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുവാനാണ് പദ്ധതിയിട്ടതെങ്കിൽ വലിയ പോലീസ് സംവിധാനവും സുരക്ഷയും ഒക്കെ ഏർപ്പെടുത്തിയതോടുകൂടി ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളായി പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുക, അതുമല്ലെങ്കിൽ പാർലമെന്റിനുള്ളിലേക്ക് കടക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി മാറിയിരിക്കുന്നു എന്നാണ് ഈ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റൈസിന റോഡിലായാലും പാർലമെന്റിലെ മുന്നിലായാലും അവിടെയൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പാർലമെന്റിന് മുന്നിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദ്രുതകർമ്മ സേനയടക്കം രംഗത്തിറങ്ങി തന്നെയാണ് ഈ രാജ്യവിരുദ്ധരുടെ ഈ ഒരു കൂട്ടായ്മയെ നേരിടുന്നതിന് തയ്യാറായിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ആകട്ടെ അവരുടെ ഓരോ നേതാക്കളും ഓരോ മേഖലയിൽ നിന്ന് പ്രവർത്തകരെ നയിച്ചുകൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ നേരത്തെ തന്നെ അഭിജിത്ത് ദീപ്കയ്ക്ക് അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരത്തെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുന്നു. ആ പ്രചാരണത്തെ വിദേശ രാജ്യങ്ങളിലുള്ള പലരും പിന്തുണയ്ക്കുന്നു. വിദേശ മാധ്യമങ്ങൾ ഇവരുടെ പരിപാടികളും മറ്റും കവർ ചെയ്യാനായിട്ട് എത്തുന്നു. അപ്പോൾ ആ രീതിയിൽ വലിയ ഒരു ആസൂത്രണം, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്തിരുന്നു എന്നാണ് ഈ ഒരു നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി, ഒപ്പം തന്നെ രാഹുലിന്റെ കോൺഗ്രസ്, MA ബേബിയുടെ ഇടതുപക്ഷം, അവരെല്ലാം തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു ബാനറിന്റെ കീഴിൽ ഒന്നിച്ച് അണിനിരുന്നുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷ സഖ്യം, അവർ ഇന്ത്യ സഖ്യം, അതുമല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്നല്ല അവരെ ഇനി വിളിക്കേണ്ടത്, ശരിക്കും അവർ തന്നെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് ഈ ഒറ്റ ദിവസത്തെ ഈ ഒരു പാർലമെന്റ് മാർച്ചിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. കാരണം ഒരു വശത്ത് ഈ സമരത്തെ നയിക്കാൻ മനീഷ് സിസോദിയ എത്തുന്നു, മറുവശത്ത് MA ബേബി വരുന്നു. MA ബേബി സമരക്കാരുമായിട്ട് ചർച്ച നടത്തുന്നു. കോൺഗ്രസിന്റെ MP വരുന്നു. സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും ഡിംപിൾ യാദവും ഒക്കെ ഇതിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു. ഡിംപിൾ യാദവ് അടക്കമുള്ള സമാജ്വാദി പാർട്ടി MP പാർലമെന്റിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, ആ പാർട്ടികൾ ഒന്നും തന്നെ അവരുടെ ബാനറോ അവരുടെ കൊടികളോ ഒക്കെ ഉപയോഗിച്ച് ഒറ്റയ്ക്കൊരു സമരം നടത്താൻ കെൽപ്പില്ലാത്തവരായി എന്നുള്ളതും ഈ ഒരു സമരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല നമുക്കറിയാം ഭീം ആർമി പോലുള്ള ചന്ദ്രശേഖർ ആസാദിന്റെ ഉത്തർപ്രദേശിലെ ഭീം ആർമി പോലുള്ള സംഘടനകൾ അവരൊക്കെ തന്നെ അവരുടെ ആ നീലക്കൊടി പിടിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് അണിനിരക്കുന്നത്. അങ്ങനെ ആരൊക്കെയാണോ ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശകർ, ആ രീതിയിലുള്ള വിമർശകരായ ആ സമരജീവികൾ അവരൊക്കെ ഒത്തുകൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പാർലമെന്റ് മാർച്ച് എന്ന പേരിൽ. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള നിലപാടുകൾ, കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ, ഇതൊക്കെ തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്ന ഓരോ നടപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വലിയ അക്രമം രാജ്യതലസ്ഥാനത്ത് അഴിച്ചുവിട്ടുകൊണ്ട് രാജ്യത്തെ സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ ഒരു വർഷകാല സമ്മേളനത്തെ, ആ സമ്മേളനത്തിന്റെ ആദ്യ ദിനം രാജ്യതലസ്ഥാനത്ത് വലിയ അക്രമം അഴിച്ചുവിടുക എന്നുള്ളത് അത് ആസൂത്രണം ചെയ്തതിന് പിന്നിൽ വെറും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഭിജിത്ത് ദീപ്കെ മാത്രമാണെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം ആ വിധത്തിലാണ് അവർക്ക് ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ. നേരത്തെ തന്നെ ഇവർ നിരാഹാര സമരവുമായി മുന്നോട്ട് പോയപ്പോൾ ആ സമരം ഏറ്റെടുക്കുന്നതിന് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ പാർട്ടികളുടെയൊക്കെ നേതാക്കളും MP-മാരും പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. രാജ്യത്തെ യുവജനങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം
കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയിലൂടെ തന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഓരോ നീക്കത്തെയും പ്രോത്സാഹിപ്പിച്ചത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പതാക ഉപയോഗിച്ചുകൊണ്ട് അവർക്കൊരു സമരം നടത്തി വിജയിപ്പിക്കാൻ കഴിയാതായിട്ട് കാലങ്ങളേറെയായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ബാനറിൽ കോൺഗ്രസും ഇടതുപക്ഷവും സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒക്കെ അണിനിരന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നേരത്തെ ഷഹീൻ ബാഗിൽ കണ്ട കാഴ്ചകൾ ഡൽഹിയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചില ശ്രമങ്ങൾ ഇനിയും ഈ കോൺഗ്രസ് ഒക്കെ തുടരുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ സമരം. എന്തായാലും ഈ സമരത്തെ കൃത്യമായി തന്നെ നേരിടുന്നതിന് ഡൽഹി പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഇവർ വരുന്നത് അവർ പല പല സ്ഥലങ്ങളിൽ സംഘടിച്ച് അവർ ഈ പാർലമെന്റ് എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ അവരെ ചെറുക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് നേരത്തെ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇവരെന്തായാലും ഈ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് ആവില്ല വരിക, പകരം പല പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഇവർ കേന്ദ്രീകരിച്ച് പാർലമെന്റ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇവരെ തടയുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും പോലീസ് നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് റാഫി മാർഗ് പോലുള്ള സ്ഥലങ്ങളിൽ പോലും പോലീസ് കൃത്യമായിട്ട് നിലയുറപ്പിച്ചുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ അവർ പാർലമെന്റിനുള്ളിലേക്ക് കടന്ന് വലിയ അക്രമം നടത്താൻ പദ്ധതിയിട്ടെത്തിയവരെ കസ്റ്റഡിയിലെടുക്കുന്നതിന് പോലീസിന് കഴിഞ്ഞത്. ഈ രീതിയിൽ കൃത്യമായിട്ട് തന്നെ ഈ രാഷ്ട്രീയവാദികളുടെ പ്രതിഷേധത്തെ പ്രതിരോധിക്കുന്നതിനും പോലീസിന് കഴിഞ്ഞു. എന്തായാലും രാജ്യത്തെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആ പാർട്ടികളുടെ പേരുപയോഗിച്ചുകൊണ്ട് അതുമല്ലെങ്കിൽ ആ കൊടി ഉപയോഗിച്ചുകൊണ്ട് ഒരു സമരം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ അവർ അണിനിരക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യവുമായിട്ട് എന്തുകൊണ്ടാണ് കർഷക സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ, കാരണം കർഷക സംഘടനകളുടെ ഒക്കെ പിന്തുണ തങ്ങൾക്ക് വേണം എന്ന് നേരത്തെ തന്നെ അഭിജിത് ദീപ്കെ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം അന്ന് തന്നെ നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടിയതാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ എവിടെയൊക്കെ മോദി വിരുദ്ധരുണ്ടോ, എവിടെയൊക്കെ രാജ്യവിരുദ്ധരുണ്ടോ അവരുടെയൊക്കെ പിന്തുണ തങ്ങൾക്ക് വേണം എന്നുള്ള ഒരു നിലപാട് അത് തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി സ്വീകരിച്ചതും. ആ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് രാജ്യവിരുദ്ധരുടെ കൂട്ടായ്മയാണ്. ആ രാജ്യവിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും അടക്കമുള്ള ഇന്ത്യ സഖ്യമാണെന്ന് ഈ ഒറ്റ ദിവസത്തെ ഈ പാർലമെന്റ് മാർച്ച് എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ ഈ ഒരു സമര നാടകത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഗൗതം.